ആമീസ് അടുക്കള ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടാക്കോസാണ്. അത് ആദ്യം നമുക്ക് ചിക്കൻ നേരെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കൻ ആദ്യം ഒന്ന് പുരട്ടി വെക്കാം. നമുക്ക് ചിക്കൻ നമുക്ക് മാറിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കനകത്തോട്ട് ആദ്യം മഞ്ഞപ്പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ അതിടാം. പിന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും കാശ്മീരി ചില്ലിയ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് എടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൂടെ, 1 സ്പൂണ് തൈര്, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, ചില്ലി ഫ്ലെക്സ് കൂടെ 2, അത് എരിവിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി 1 സ്പൂണ് ഓയിൽ, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. ഒരു 25 മിനിറ്റെങ്കിലും പുരട്ടിയിരിക്കണം. ഇത് ബാക്കി എല്ലാം കൂടെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് ഇനി ശകലം 1 സ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കണം. ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പുരട്ടി ഒരു 25 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം. അരമണിക്കൂറായി നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങ് ഒരുപാട് ഫ്രൈ ആക്കണ്ട, നമുക്കത് എങ്ങനെയാണെന്ന് കാണിക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, അത് മതി. നമുക്കങ്ങോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഇതെല്ലാം ഒന്ന് വറ്റി ഇനി ഒന്ന് ഡ്രൈ ആയി വരണം. ഇതൊന്ന് ഇതിനകത്തേക്കൊരു ഫില്ലിങ് കൂടെ റെഡിയാക്കാം. അതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാള കനം കുറച്ചരിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് വെജിറ്റബിൾ ക്യാരറ്റോ കുക്കുംബറോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന സവാള, പിന്നെ 2 ടൊമാറ്റോ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതും ചെറുതായിട്ട് അരിഞ്ഞുണ്ട്. ക്യാപ്സിക്കം 1, അതും കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞുണ്ട്. ശകലം ബീട്രൂട്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത്. 1 പച്ചമുളക്, അതും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതിലോട്ടൊന്ന് 1 മുറി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ വെന്ത് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആയാൽ മതി, ഒരുപാടൊക്കെ മൂത്ത് പോകരുത്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ഇത് ഫില്ല് ചെയ്യുന്നത് മൈദ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ചപ്പാത്തി മാതിരി മൈദയും ഉപ്പും വെള്ളവും 1 സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് കുഴച്ച് ചപ്പാത്തി മാതിരി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ അങ്ങ് പൊരിഞ്ഞ് വരണ്ട, വെന്ത് വന്നാൽ മതി. ഇതിൽ ഞാൻ 2 സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മയോണൈസും ഒന്ന് പിസ്സ സോസും. ഞാൻ നേരത്തെ പിസ്സയുടെ വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ അതിനകത്തുണ്ട് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള മയോണൈസ് എടുക്കുക. ഇതിലോട്ട് നമുക്ക് പിസ്സ സോസ് കൂടെ ഒഴിക്കാം. നമ്മളപ്പോഴത്തേക്ക് ഒരു പാൻ വെച്ച് ഒരു ശകല ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരട്ടെ. ചെറിയ തീയിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. നമുക്ക് ആദ്യം മസാല ചീസ് ഇടാം. ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ്റെ
ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ആ ഫില്ലിംഗ് കൂടെ വെക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആ സോസ് ഒഴിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ പാനിലോട്ട് വെച്ച് നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. ഇത് രണ്ട് സൈഡും നമുക്കിത് മറ്റേ സൈഡും തിരിച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും മൊരിഞ്ഞ് വരണം. നമ്മുടെ ചിക്കൻ ടാക്കോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.